പക്ഷേ ഇപ്പോൾ അവർ അപ്രസക്തമാണ്. ആ പേര് പോലും ആരും കേൾക്കുന്നില്ല. അന്തംഗമ്മികൾ പോലും ആ പേര് പറയുന്നില്ല. ബിജെപിയുടെ മാരാർജി ഭവനിലെ ഓഫീസില് അവിടെ ആര്യ രാജേന്ദ്രന്റെ ഒരു പൂർണ്ണമായ പ്രതിമയും വെച്ച് മാലയും ഇട്ട് അവിടെ വിളക്ക് കൊളുത്തി. പിന്നെ ഡിവൈഎസ്പിയുടെ റാങ്കിലാണ് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ. സത്യം. അതായത് ബ്രാഞ്ച് അംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CI റാങ്ക്. അല്ലാതെ ഈ ഉണക്ക കമ്മികളുണ്ടല്ലോ, കടത്തിനിരിക്കുന്ന ഉണക്ക കമ്മികളൊക്കെ സീനിയർ റാങ്കിലാണ്. നമസ്കാരം. ഒരു കോർപ്പറേഷൻ 5 കൊല്ലം ഭരിക്കുക, 5 കൊല്ലം ഭരിച്ചതിന് ശേഷം ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആ ഭരിച്ച മേയർ ഒരു വനിതയാണ്. അവരെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ പങ്കെടുപ്പിക്കാതെ, കുടുംബയോഗങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുക. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ സ്ത്രീയുടെ കോർപ്പറേഷൻ ഭരണം. അവർ ആർക്കോ വേണ്ടി ചട്ടുകമായി പ്രവർത്തിച്ചു എന്ന് ആരോപണമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ധാർഷ്ട്യം, അഹങ്കാരം, അവരുടെ ചില ശരീരഭാഷകൾ ഒരു ഭരണകർത്താവിനോ ഒരു പൊതുപ്രവർത്തകയ്ക്കോ ഒരിക്കലും ചേരാത്ത രീതിയിലാണ് ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർ CPM വേണ്ടി പ്രവർത്തിച്ചത്. അവരുടെ അഹങ്കാരം കാണിക്കലായിരുന്നു 5 വർഷം. അതിനുള്ള ഫലം പാർട്ടിക്ക്, മുന്നണിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എവിടെയാണ് സുമേഷ് ഭായി? പാർട്ടിക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലാണ് ആര്യ രാജേന്ദ്രന്റെ അവസ്ഥ. അതായത് നിയമത്തെ മത്സരിപ്പിക്കും. അതെ, ഞാൻ ഈ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ. കർമ്മഫലം നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ കർമ്മഫലം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പലരും ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ഗുണ്ട കരുനാഗപ്പള്ളിയിൽ കൊല്ലപ്പെട്ടു. അവനെക്കുറിച്ച് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരനായിരുന്നു. അവന് രക്തം കണ്ട് അർമാദിക്കുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെ വെട്ടിക്കൊല്ലായിരുന്നു. പട്ടിയെ പോലെ, പട്ടിയേക്കാളും ഗതികേട്ടാണ്. അവൻ കെഞ്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കർമ്മം, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. നമ്മൾ മറ്റുള്ളവരുടെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ രീതിയിൽ ജീവിക്കാം. നമ്മുടേതായ കാര്യങ്ങൾ നോക്കി സഹായിക്കണമെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ദ്രോഹിക്കരുത്. അങ്ങനെ നമുക്ക് ജീവിച്ചു പോകാം. നമ്മുടെ വഴിമുടക്കാനും നമ്മളെ ദ്രോഹിക്കാനും പലരും ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യാം. എങ്ങനെ? നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യാം. പക്ഷെ അവിടെയാണ് ഞാൻ ഈ കർമ്മഫലത്തിൻ്റെ കാര്യം ഞാൻ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ ഉദാഹരണമായി പറഞ്ഞതിന് കാരണം, കഴിഞ്ഞ 5 വർഷക്കാലമായി അവർ ഈ ഇവിടെ നടത്തി അവരുടെ പോലെ, അതായത് നമ്മൾ ചിലരെയൊക്കെ അനുകരിക്കും. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആട്ടിൻ്റെ ചെവി പോലുള്ള കോളറൊക്കെ ഇട്ട്, മറ്റേ ബെൽ ബോട്ടം പാൻറ്റൊക്കെ ഇട്ട് വരുന്ന, വലിയ 1.5 ഇഞ്ച് വീതിയുള്ള ബെൽറ്റൊക്കെ ഇട്ട് വരുന്ന അന്നത്തെ നായകന്മാരെ അനുകരിക്കുന്നവരുണ്ട്. ഹിപ്പി അനുകരിക്കുന്നവരുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും സമ്മർ കട്ട്, പിന്നെ എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഒക്കെ അനുകരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു ആരാധന, അയാൾ മറ്റെന്തോ വലിയ സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് അയാളെ നമുക്ക് നമ്മുടേതായ ഒരു രീതി നമ്മൾ ഇതിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം ചിലപ്പം സിനിമാ നടന്മാരെ ആരാധിക്കുന്നവരുണ്ട്, അവരെ അനുകരിക്കുന്നവരുണ്ട്, അങ്ങനെ പലരുണ്ട്. അപ്പോൾ അതുപോലെ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര്യ രാജേന്ദ്രൻ അനുകരിച്ചത് പിണറായി വിജയനെയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇതുവരെയൊക്കെ എത്തി, ഇനി ഇഷ്യൂ ആവാൻ പോവുകയാണ്. മണി പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിലെയും കമ്മ്യൂണിസത്തിലെയും ഇഷ്യൂ ആവാൻ പോവുകയാണ് പിണറായി വിജയൻ. അപ്പോൾ പിണറായി വിജയനെ അനുകരിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, പുള്ളി എന്തായിരുന്നാലും പുള്ളി വളരെ സൗമ്യനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ വളരെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയായിരുന്നു. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ പോലും അദ്ദേഹം ഒരു സൗമ്യനാണ്. ചിരിച്ചാൽ അദ്ദേഹം സൗമ്യനാണ്, ചിരിച്ചില്ലെങ്കിൽ അദ്ദേഹം വേറൊരു മുഖഭാവത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ CPM സൗമ്യമുഖങ്ങൾ വളരെ കുറവാണ്. പിന്നെയുള്ളത് VK പ്രശാന്ത് ഒക്കെയാണ്. അതൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് പറയണ്ട. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ ഈ സൗമ്യരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തിനും ധാർഷ്ട്യം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് പത്രത്തിൽ വന്നൊരു വാർത്ത. അതായത് അന്നത്തെ പ്രതിപക്ഷം BJP ആയിരുന്നല്ലോ. പ്രതിപക്ഷത്തെ കവച്ചു വെച്ചുകൊണ്ട്, അവിടുത്തെ പ്രതിപക്ഷാംഗങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് ഈ ഡെസ്കിന് മുകളിൽ കൂടി ഡൈസിലേക്ക് ചാടി കയറി പോകുന്ന അവരുടെ ഒരു കാഴ്ച, ഈ പ്രതിപക്ഷത്തെ നിരന്തരം പരിഹസിക്കുന്ന ഒരു കാഴ്ച, ഇതൊക്കെ നമ്മൾ കണ്ടു. അവരുടെ പല അഴിമതികൾ, ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടത്തിയ ലക്ഷങ്ങളുടെ വെട്ടിപ്പ്, അതിൽ മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു എന്നതിൻ്റെ പേരിൽ നടത്തിയ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചു 35 ലക്ഷമല്ല, അതിന് 40,000 രൂപ. അല്ല, അത് മൊത്തം 35 ലക്ഷം രൂപ. അല്ല, അതായത് 3,80,000 മറ്റോട് ടിപ്പർ വാടകയ്ക്ക് വിളിച്ചു എന്ന വകയിൽ 42,000 രൂപ മാലിന്യം, ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് പൊറോട്ടയും
ചിക്കനും ഏത്തപ്പഴവും കുപ്പിവെള്ളവും വാങ്ങിച്ചു കൊടുത്ത വൈക്ക് അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ എപ്പോഴും കണ്ടോ അവരൊരു ധാർഷ്ട്യമായിരുന്നു. അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറായിരുന്നു. അവർ പോലും നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അവരുടെ കോർപ്പറേഷൻ്റെ ഇതിലുള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ അതിന് അത് പൂട്ടരുത് എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ നേരിട്ട് വന്നത് പൂട്ടിയിട്ട് പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അന്നൊക്കെ വലിയ വാർത്തയായിരുന്നു അത്. അതിനേക്കാളും ഒക്കെ ഉപരി എന്ന് പറഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ ഭർത്താവും MLA ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടു പേർക്കും അടുത്ത് ഇനിയിപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഒരു സാഹചര്യമല്ല, ഇന്നത്തെ ഒരു സാഹചര്യമല്ല. അന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വന്നിട്ടില്ലല്ലോ. പാർട്ടി എന്ത് വന്നാലും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും, കോൺഗ്രസ്സുകാർ തമ്മിലടിയാണ്, അതുകൊണ്ട് അധികാരത്തിൽ വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി അടുത്ത തവണ എനിക്കും മത്സരിക്കാം, ഭർത്താവിനും മത്സരിച്ച് ജയിക്കാം, രണ്ടുപേരും ജയിച്ചാൽ ഒരാൾ മന്ത്രി, അപ്പോൾ നമുക്ക് മന്ത്രിമണ്ഡലത്തിൽ കഴിയാം എന്നൊക്കെ ഒരു ചിന്ത അവർക്കുണ്ടായിരിക്കാം, തീർച്ചയായും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് സീറ്റുണ്ട് കേട്ടോ, ജയിക്കും എന്നുള്ള കാര്യം കണ്ടറിയാം. കാരണം യദുവിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ കണ്ടതാണ്. യദുവിന്റെ കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് വിവരമുണ്ടല്ലോ. ജനങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പഴയതുപോലെ അല്ല. കാരണം ജനങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും സാധാരണക്കാരൻ മിണ്ടാതിരിക്കുന്നതിന്റെ ഫലമാണ് അവനെ പ്രതികരിക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ പല പരിമിതികൾ കൊണ്ടും അവൻ പ്രതികരിക്കില്ല. പക്ഷെ അവൻ തിരിച്ചടിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതാണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുപോലെ ഏറ്റവും ജനങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് യദുവിന്റെ കാര്യം. അത് നമ്മളെല്ലാവരും ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഇത് പറഞ്ഞു കേട്ട ഒരു അറിവല്ല. പറഞ്ഞു കേട്ട ഒരു അറിവാണെങ്കിൽ നമുക്കൊരു പക്ഷേ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലും വിശ്വസിക്കാമായിരുന്നു. ഒരു യദു ഇത്തരത്തിൽ ഒരു അശ്ലീലാംഗ്യം കാണിച്ചത് കൊണ്ടുള്ള പ്രകോപനത്തിന്റെ പേരിലാണ് അവർ വാഹനം തടഞ്ഞു നിർത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷേ ദൃശ്യങ്ങളുണ്ട്. ഒരു CCTVയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ കുറ്റം ചെയ്ത തൃശ്ശൂരിൽ നിന്ന് വാഹനം ഓടിച്ച് വന്ന ഒരു മനുഷ്യനെ വണ്ടി തടഞ്ഞു നിർത്തി പട്ടിഷോ കാണിക്കുകയാണ് റോഡിൽ. ഭാര്യയും ഭർത്താവും ഉടപ്പറന്നവനും നാത്തൂനും പാളയം ജംഗ്ഷനിൽ ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു. അതെ, കന്റോൺമെന്റ് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോയി, ഇവനെയാണ് പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവന്റെ ജോലി കളഞ്ഞു. അവൻ എന്തെല്ലാം ചെയ്തു. അവൻ അവരെ ക്ഷമ പറയാൻ വിളിച്ചിട്ട് പോലും അവരതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീട് പുറകെ നടന്ന് അവനെ ആക്രമിച്ചു. അതായത് അവന്റെ പ്രൈവറ്റ് ബസ്സിലെ, നമ്മളെ വാർത്ത DNA ചെയ്താണ്, പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറായിട്ട് പോയി. ആ പ്രൈവറ്റ് ബസ് ഓണറെയും അതിന്റെ പാർട്ട്ണർമാരെയും ഒക്കെ വിരട്ടി, മാത്രമല്ല MVD കൊണ്ട് പിടിപ്പിച്ചു പലവട്ടം. അങ്ങനെ അവന് ഇപ്പം സ്വിഗ്ഗി ഓടുകയാണ്. സ്വിഗ്ഗിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിലും പറയാൻ പറ്റില്ല. സ്വിഗ്ഗി ഇവരുടെ സംഘടനയുണ്ട്. കാരണം വഴിയെ പോണ എല്ലാത്തിനും തൂത്തുപറക്കിയിട്ട് സംഘടന ഉണ്ടാക്കുന്ന അവന്മാരാണ്. വഴിയോര കച്ചവടക്കാരുടെ സംഘടന, ഈ സ്വിഗ്ഗിക്കാരുടെ സംഘടന. ഇതൊക്കെ ഈ സംഘടന ഉണ്ടാക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ ഒന്ന് പിരിക്കും. അവന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് കൈയിട്ട് വാരും. പിന്നെ അതിൽ നേതാവായി നിൽക്കാൻ മറ്റേ ഇളനീർ കരീമിനെ പോലുള്ള കുറേ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിയന്ത്രണം വിട്ടു. അതുവേണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പോൾ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് പോലും ഇറക്കിയില്ല എന്നുള്ളതാണ്. അതായത് പാർട്ടിക്ക് തന്നെ അറിയാം, 45 വർഷം CPM ഇടതുപക്ഷം കയ്യിൽ വെച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭ ഈ ആര്യ രാജേന്ദ്രൻ BJPക്ക് വളരെ എഴുതി കൊടുത്തു. ജയശങ്കർ പറഞ്ഞല്ലോ, BJPയുടെ മാരാർജി ഭവനിലെ ഓഫീസില് അവിടെ ആര്യ രാജേന്ദ്രന്റെ ഒരു പൂർണ്ണകായ പ്രതിമയും വെച്ച് മാലയും ഇട്ട് അവിടെ വിളക്ക് കൊടുത്തി. തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണകായ പ്രതിമ വെക്കണം, അത് പുറത്ത് തന്നെ വെക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം തിരുവനന്തപുരം നഗരം തിരുവനന്തപുരത്തെ BJPയുടെ ഐശ്വര്യം എന്ന് തലസ്ഥാന നഗരം വിട്ടുകൊടുക്കുക, BJPക്കാർ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ്. അതിൽ വേറൊരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോ അവർ അപ്രസക്തമാണ്. ആ പേര് പോലും ആരും കയറുന്നില്ല. അന്തംകമ്മികൾ പോലും ആ പേര് പറയുന്നില്ല. ഞാനിവിടെ Facebook കയറി നോക്കി. അത് മറ്റുള്ള കമ്മികൾ ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നു, അല്ലാതെ മറ്റൊന്നുമില്ല. ഇടയ്ക്കൊക്കെ അതൊരു വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ മറ്റേ ഒരു ഇതുണ്ടല്ലോ, കോൺക്രീറ്റ് ആയിട്ട് റബ്ബർ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിട്ട് ഒരു ഇതൊക്കെ ചെയ്യുന്നതാണ്. അവിടെ പേരുക്കട പ്രദേശത്ത് ഏതൊരു കുളവാഴ കയറി കിടക്കുന്ന കുളം ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുന്നു. കുളവാഴ കയറി കിടക്കും. അത് എത്ര കോടി രൂപ കൊടുത്ത് നവീകരിച്ച കുളം? 3 കോടി 4 കോടി രൂപ മുടക്കി നവീകരിച്ചത്. പിന്നെ മേയേഴ്സ് ബംഗ്ലാവ്, മേയർമാർക്ക് ബംഗ്ലാവ് എന്തോ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് നമുക്ക് അടുത്ത് മേയർ ആയിരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അവിടെ സൂചിച്ചൊക്കെ വാഴാന്നുള്ള ഒരു ഇതാണ് തെറ്റിപ്പോയത്. ഞാൻ ഈ പറഞ്ഞു എന്ന് വേറൊന്നുമില്ല, പരിഹസിക്കുകയല്ല. പരിഹസിക്കുകയാണെന്ന് വെച്ചാൽ പരിഹസിക്കുക തന്നെയാണ്. കാരണം ഇത് ഓരോ ജനപ്രതിനിധികൾക്കും ഉള്ള ഒരു പിന്നെ എന്താണ് ഒരു മുന്നറിയിപ്പാണ്. അതൊക്കെ മുന്നറിയിപ്പ്. കാരണം ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം കുമ്മനം രാജശേഖരനെയോ പാലോളി മുഹമ്മദ് കുട്ടിയെയോ VS-നെയോ അങ്ങനെയുള്ള VS ചെറിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഉമ്മൻചാണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് പെരുമാറിയത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരെ നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും എന്താണ്, മുതൽ മുടക്കില്ലാതെ കച്ചവടം നടത്താനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. ഒരു മുതൽ മുടക്കുമില്ല. അധികാരം കിട്ടും, ആളുകൾ മേടിക്കും,
എല്ലാം ആണ്. അഴിമതി നടത്താം, പൈസ കിട്ടും, അങ്ങനെ അത്തരത്തിലുള്ള എന്ത് തോന്നിയാസം കാണിക്കാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ CPM-ന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറിക്കൊക്കെ പിന്നെ DYSP-യുടെ റാങ്കിലാണ് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ. സത്യം, അതായത് ബ്രാഞ്ച് അംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CI റാങ്ക്. അല്ലാതെ ഈ ഉണക്ക കമ്മികളുണ്ടല്ലോ, കടത്തിണ്ടല്ലിരിക്കുന്ന ഉണക്ക കമ്മികളൊക്കെ സീനിയർ സിവിൽ പോലീസ് റാങ്കിലാണ്. ആ റാങ്കിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക കമ്മികൾ. അപ്പൊ അവർക്ക് ആരും പേടിയില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, പോലീസുകാരെ നടപടി തടഞ്ഞിട്ട് SI ആക്രമിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ഇവരുടെ ഈ രീതിയിലാണ്. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര്യ രാജേന്ദ്രനൊക്കെ ഇവർക്കൊരു പാഠമാണ്. ഇതൊക്കെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കേണ്ടത്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ പറഞ്ഞ ജനപ്രതിനിധികളൊക്കെ ജീവിക്കേണ്ടത്. ഈ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഒന്നും നമ്മൾ അയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യും. മോഹൻലാൽ ഒരു സിനിമ ഉണ്ടല്ലോ, ഭൂമിയിലെ രാജാക്കന്മാരോ, ആ ചെറുക്കൻ്റെ മൂക്കളെ പിടിച്ചു കൊടുക്കേണ്ട, അതുപോലെ എന്തും ചെയ്യും. ഇപ്പൊ വരുമ്പോൾ സഖാവ് പാത്രം കഴുകി വെച്ചിട്ട് പോയ ഇതൊക്കെ കണ്ടല്ലോ. അപ്പൊ സഖാവെന്ന് മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസ് തന്നെ ആയിരുന്നാലും ആര് വന്നു കഴിഞ്ഞാലും ശരി, ഇതേപോലെ വന്നിട്ട് എൻ്റെ ആ മുറ്റം ഒന്ന് അടിച്ചിട്ടിട്ട് പോകും, ഞങ്ങൾ വോട്ട് തരാമെന്ന് പറഞ്ഞാൽ അമ്മ ഒരു മുറ്റം അടിച്ചിട്ട് പോകും. കക്കൂസ് ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞാൽ കക്കൂസ് കഴിവും. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് അത്ഭുതമില്ല. ഇത് ഈ ആര്യ രാജേന്ദ്രന്റെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്. അവര് അപ്രസക്തിയായി കഴിഞ്ഞു. CPM-ലെ ഒരു അപ്രസക്തിയായ ഒരു നേതാവായി അവർ മാറിക്കഴിഞ്ഞു. ഒരു യുവ നേതാവാണ് അവർ. എനിക്ക് ഇവരെ വ്യക്തിപരമായി ഞാൻ ഇവരെ ഒന്ന് പരിചയമില്ല, കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു അബുദാബി റേഡിയോയുടെ ഓഫീസിൽ, ഇവിടുത്തെ ന്യൂസിന്റെ ഓഫീസിൽ ന്യൂസ് എഡിറ്ററായിട്ട് ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. തമലത്താണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും അതെ, ഇപ്പോഴവർക്ക് ഓൺലൈനേ ഉള്ളൂ. അബുദാബിയിലായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം എൻ്റെ ഓഫീസിന്റെ സമീപ പ്രദേശത്താണ് ആര്യയുടെ വീട്. ഇവരവിടെയാണ് മത്സരിച്ചത്, ജയിച്ചതൊക്കെ അവിടെ നിന്നാണ്. അപ്പം ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സാധുവായ പെൺകുട്ടിയായിട്ട് നടന്നു വരുന്ന ആ രംഗം കണ്ടിട്ടുണ്ട്. ഇവർ ഈ യദുവിനെ ഇട്ട് പെരട്ടുന്നതും കണ്ടിട്ടുണ്ട്. അതിനിടയിലൂടെ അവർ പത്രസമ്മേളനം നടത്തി അങ്ങ് ചാടിക്കയറുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ വിവിധ ഭാവങ്ങൾ നേരിട്ട് കണ്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ അപ്രസക്തയായി കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ അവർക്കിനി പ്രത്യേകിച്ച് സ്ഥാനമൊന്നും നേടാനുള്ള ഒരു സാധ്യതയില്ല. അത് മാത്രമല്ല, കാരണം അവരെ കണ്ടാൽ അരിവാളിന് ഓടിപ്പോയി വോട്ട്, ഉറക്കത്തിൽ പോയി വോട്ട് കുത്തുന്നവരും ഇപ്പുറത്ത് മാറി കൈപ്പത്തിക്കോ താമരയ്ക്കോ അല്ല. നമ്മൾ പലപ്പോഴും അതായത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത് വെഴുപ്പും ചുമക്കുന്നവരാണ് CPM-കാർ. പക്ഷെ ആര്യ രാജേന്ദ്രൻ അവർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് വെഴുപ്പിന്റെ ക്വാളിറ്റി അപ്പം ആര്യ രാജേന്ദ്രൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് അത് അവരുടെ ആ പ്രവൃത്തിയാണ്. എന്തിനാണ് അഹങ്കരിക്കുന്നത്? അവർ ഒരു മാന്യമായിട്ട്, ഒരു മിനിമം മാന്യതയോടുകൂടിയെങ്കിലും അവർക്ക് പെരുമാറാൻ. കോഴിക്കോട് ഭർത്താവ് മത്സരിക്കുന്നുണ്ട്, ബാലുശ്ശേരി മത്സരിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയി പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ആ പ്രദേശത്തെ. പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല, ഭർത്താവ് തന്നെ പറഞ്ഞു കാണും. ഇത് സാധാരണഗതി പറയുന്നതാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞു എന്നല്ല. ആ പ്രദേശത്തോട്ട്, കോഴിക്കോട് ജില്ലയിലോട്ട് നീ കാലുകുത്തി പോരുത്, ഞാനിവിടെ തോക്കും എന്ന് പറഞ്ഞു. കാരണം സംവരണ മണ്ഡല, അയക്ക് ജയിക്കാനുള്ള സാധ്യതയുള്ളൊരു മണ്ഡല അത്. സച്ചിൻദേവ് ഇവരുടെ കൂടെ കൂടിയ പിന്നെയാണ്. അതുവരെ എനിക്ക് SFIയുടെ സംസ്ഥാന നേതാവായിരുന്ന പോലെ വ്യക്തിപരമായി സച്ചിൻദേവിനെ എനിക്കറിയാം. അയാളൊരു സാധുവായ മനുഷ്യനായിരുന്നു. പിന്നെ ഇവരുടെ കൂടെ കുടുംബം മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും. അതെ, അത് മാത്രമല്ല അന്ന് പിന്നെ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഓസ്ട്രേലിയയിൽ ഏതോ ഒരു പ്രധാനമന്ത്രി അസംബ്ലിയിൽ വന്നിരുന്നല്ലോ, പാർലമെന്റിൽ വന്നിരുന്നല്ലോ, കുഞ്ഞിന് പാല് കൊടുത്തു. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ആ കൊച്ചിനെയും കൊണ്ടുവന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ അറിയാം, ജനങ്ങൾക്കറിയാം ഇത് കയ്യടിക്കാനാണ്. കമ്മികളെ ചിലപ്പോൾ ഇത് വിശ്വസിക്കുമായിരിക്കും. കമ്മികൾ നോക്കുമ്പോൾ ഇടയ്ക്ക് പോയ അവാർഡും കണ്ടും തട്ടിക്കൂട്ടിയില്ല. ലണ്ടനിലെ കണ്ട പോയിട്ട് ഒരു അവാർഡൊക്കെ പച്ചക്കോട്ട കണ്ടിട്ട് ചിരിക്കാതെ വയ്യ. അപ്പൊ ഇതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. അതല്ല സുമേഷ് ഭായി, ജനങ്ങൾ ഇത്രയും, കമ്മികളുടെ കാര്യം പോട്ടെ, ജനങ്ങൾ ഇത്രയും മണ്ടന്മാരാണെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അല്ല, കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരുടെയും കൂടെ കാര്യം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും, അതായത് CPM-ലെ, CPI-ലെ, BJP, കോൺഗ്രസ് ബ്രാക്കറ്റ് പാർട്ടികൾ, പിന്നെ എല്ലാം, ലീഗ്, ഇതിലെല്ലാം നമ്മൾ എടുത്തു നോക്കിയിട്ട് വെറുക്കപ്പെട്ട 5 പേരുടെ പേര് എഴുതാൻ 100 പേരെടുത്ത് പറഞ്ഞാൽ 75 പേരും എഴുതുന്ന പേര് ഒന്ന് പിണറായി വിജയൻ, ഒന്ന് ആര്യ രാജേന്ദ്രൻ. നമ്മൾ ഓപ്ഷൻ കൊടുക്കുക ആര്യ രാജേന്ദ്രൻ. അങ്ങനെയുള്ള അതിൽ ഈ 5 പേരിലെ പേരിൽ ഒരെണ്ണത്തിൽ ഈ 2 പേരുടെ പേരുണ്ടാകും എന്നുള്ള കാര്യം. പിന്നെ ഒന്ന് AR റഹീം. AR റഹീമിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് PV അൻവറിനെ ഒന്നും അത്രയ്ക്ക് ആൾക്കാർക്ക് ഒരു ഇതില്ല. നമ്മൾ PV അൻവർ കാരണമാണ് നമ്മൾ ജയിലിൽ കിടന്നതെങ്കിൽ പോലും PV അൻവറിനെ ഒന്നും അത്രയ്ക്ക് ആൾക്കാർക്ക് ഒരു ഇതില്ല. AR റഹീമിന്റെ കാര്യം എന്താ പറയുക? AR റഹീം എന്നുള്ളൊരു വ്യക്തിയെ കുറിച്ച്, ഡബിൾ എ റഹീമിനെ കുറിച്ച് നമുക്ക് റഹീം എന്നുള്ളൊരു പേര് തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ വിജയലക്ഷ്മി ടീച്ചറെ
അന്ന് തടഞ്ഞിട്ട് അവരെ മണിക്കൂറുകളോളം അവരെ ഉപദ്രവിച്ച ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വധഭീഷണി മുഴക്കി. സിൻഡിക്കേറ്റ് അംഗം മാത്രമല്ല, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അവിടെ PhD എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഈ SFIയിലെ സഖാത്തികൾ പിന്നുകൊണ്ട് കുത്തി. ഈ പയ്യന്മാർ, ടീച്ചർ പഠിപ്പിക്കുന്ന പയ്യന്മാർ ചോദിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നോടി എന്നൊക്കെ. ടീച്ചർ എൻ്റെ കൂടെ നേരിട്ട് പറഞ്ഞാണ്. ഇവനിത് കേട്ടോണ്ടിരിക്കുക. ഇയാളാണ് നേതൃത്വം കൊടുത്തതെന്നേ. അപ്പോഴാണ് അവിടെ ശിവൻകുട്ടി വലിഞ്ഞേറി ചെല്ലുന്നത്. ശിവൻകുട്ടി അന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ശിവൻകുട്ടി ഇവിടെ കയറി ചെന്നിട്ട് പറഞ്ഞ്, ടീച്ചറെ ഇതൊക്കെ സത്യമാണോ എന്നാണ്. അത് എങ്കിലും അവഹേളിച്ചില്ല ശിവൻകുട്ടി. ഇതൊക്കെ സത്യമാണോ ടീച്ചറെ എന്ന് ചോദിച്ചു ശിവൻകുട്ടി. എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ 2-3 പേര് ഉറപ്പായിട്ടും ഉണ്ടാകും. മറ്റുള്ളതൊക്കെ ഇപ്പം നമ്മളിപ്പം കോട്ടയത്ത് നിങ്ങളുടെ നാട്ടിൽ മത്സരിക്കുന്ന അനിൽകുമാർ, അതൊക്കെ നമുക്കിപ്പോൾ ജഗതിയെ കാണുന്നത് പോലെയുള്ളൂ. ഇന്ദ്രൻസിന്റെ പഴയ സിനിമകൾ കാണും പോലെ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. എന്തായാലും ഇത് ഈ ആര്യ രാജേന്ദ്രന് ഇത് ചോദിച്ച് വാങ്ങിയ ഒരു വിധിയാണ് അവർ. അത് മാത്രമല്ല, ഇനി എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാം എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ എന്തായിരുന്നാലും അതിന് സാധ്യതയില്ല. കാരണം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതും കിട്ടാതെയാകും. അല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയ പണിയാണ്. ഇനി കൂടുതലൊന്നും പറയാനില്ല അല്ലേ? എന്തായിരുന്നാലും ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവൻ എല്ലാവിധ മംഗളാശംസകളും വിജയാശംസകളും നേർന്നുകൊള്ളുന്നു.